ഹലോ ഫ്രണ്ട്സ്, ട്രേഡിംഗ് ജേണിയുടെ 13th വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 12 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം 13th വീഡിയോ കാണാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. കാരണം നമ്മളിതൊരു കോഴ്സ് പോലെ ചെയ്തു വരുന്നത് കൊണ്ട് ബിഗിനർ ടു അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു പോകണമെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മളെപ്പോഴും ഒരു ക്ലാസ് പാസ്സായിട്ടാണ് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഓരോ വീഡിയോയിലും ഞാൻ എന്ത് കണ്ടൻറ്റാണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോയാലുള്ളൂ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. നിങ്ങളൊരു ട്രേഡ് അറിയുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ ആദ്യ വീഡിയോ മുതൽ തന്നെ കണ്ടുവരണം. കാരണം ഇതൊരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം പോലെ അല്ലെങ്കിൽ കോഴ്സ് പോലെ തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഞാൻ ഫീസ് വാങ്ങിയിട്ടൊന്നുമല്ല. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ എന്താണോ എക്സ്പ്രസ് ചെയ്യുന്നത് അത് അതിൻ്റെ രൂപത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഫ്രം ദ ഫസ്റ്റ് വീഡിയോ നിങ്ങളത് കണ്ടിരിക്കണം. അതാണ് അതിലെ കാര്യം. ഈ വീഡിയോയുടെ കോർ ടോപ്പിക് എന്ന് പറയുന്നത് 6 പോയിൻറ്റ്സുകളാണ്. ഒന്നാമത്തെ പോയിൻ്റ് ട്രെൻഡുകളെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട 3 തരം ട്രെൻഡുകൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, പക്ഷേ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയാണ്. രണ്ടാമത്തതായിട്ട് പാറ്റേൺസുകൾ. നമ്മൾ പലതരം പാറ്റേൺസുകൾ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഈ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ടാവും. മൂന്നാമത്തത് ബ്രേക്ക് ഔട്ടുകളെ കുറിച്ചാണ്. ബ്രേക്ക് ഔട്ടുകളും എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അതിലെ ചില കാര്യങ്ങൾ, ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്ന രീതികൾ, അത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ റിജക്ഷൻ. ആക്ച്വലി ഇത് നമ്മൾ ഇതുവരെ കവർ ചെയ്യാത്ത ഒരു ടോപ്പിക്കാണ്. ബ്രേക്ക് ഔട്ട് നമ്മൾ പഠിക്കുമ്പോൾ റിജക്ഷനും അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് പിന്നെ പറയാൻ വേണ്ടി പോകുന്നത്. മാർക്കറ്റിൻ്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അഥവാ MSS. ഇതും വളരെ കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇതെന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൻ്റെ കണ്ടിന്യൂഷൻ, അതുപോലെ തന്നെ ഒരു മാർക്കറ്റിൻ്റെ റിവേഴ്സൽ, ഇത് രണ്ടും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങൾ നമ്മൾക്ക് ആദ്യം അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ വളരെ അറ്റൻഷനോടുകൂടി ശ്രദ്ധിച്ച് വീഡിയോ കേൾക്കുക. അതുപോലെ തന്നെ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാൻ മടിക്കണ്ട. സോ ഗൈസ്, നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. ട്രെൻഡുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം പ്രധാനപ്പെട്ട 3 ട്രെൻഡുകളാണ് ഉള്ളത്. എന്തെല്ലാമാണത്? ഒന്ന് അപ് ട്രെൻഡ്. അപ് ട്രെൻഡ് മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുക? മാർക്കറ്റ് തുടർച്ചയായി ഗ്രീൻ ക്യാൻഡിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. രണ്ടാമത്തത് ഡൗൺ ട്രെൻഡ്. തുടർച്ചയായി റെഡ് ക്യാൻഡിൽസ് ഫോം ചെയ്ത് വരുന്നതാണ് ഡൗൺ ട്രെൻഡ്. മൂന്നാമത്തത് സൈഡ് വേസ് ട്രെൻഡാണ്. ഒരു സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൈഡിലോട്ടായിരിക്കും മാർക്കറ്റിൻ്റെ ദിശാസഞ്ചാരം. അവിടെ റെഡ് ക്യാൻഡിൽസും ഗ്രീൻ ക്യാൻഡിൽസും വരും. പക്ഷേ ആദ്യ 2 കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മാർക്കറ്റ് ഒരു പ്രത്യേക പ്രൈസ് റേഞ്ചിൽ നിന്നുകൊണ്ട് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതെങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും വരക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. ഒരു സപ്പോർട്ട് ഏരിയയും ഒരു റെസിസ്റ്റൻസ് ഏരിയയും നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മാർക്കറ്റ് ഒരുപാട് സമയം അല്ലെങ്കിൽ ദിവസം അല്ലെങ്കിൽ ആഴ്ചകൾ, മാസങ്ങൾ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് മാർക്കറ്റിൻ്റെ ഇഷ്ടമാണ്. മാർക്കറ്റ് അതിനുള്ളിൽ തന്നെ നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടും പോകുന്നില്ല, ഒരു സൈഡിലോട്ടായിരിക്കും പോകുന്നത്. ഇനി എപ്പോഴാണ് ഇത് മുകളിലോട്ടോ താഴത്തോട്ടോ പോകാൻ വേണ്ടി പോകുന്നത്? അവിടെയാണ് നമ്മൾ മൂന്നാമത്തെ ഈ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ കാര്യം അവിടെ സംഭവിക്കണം. ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോൾ മാത്രമാണ് മാർക്കറ്റ് ഒന്നുമില്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ട് അപ് ട്രെൻഡിലേക്ക് കുതിക്കുന്നത്. അതല്ലെങ്കിലോ താഴത്തോട്ട് ബ്രേക്ക് ഔട്ട്, അതിന് ബ്രേക്ക് ഡൗൺ എന്ന് വിളിക്കാറുണ്ട്, പക്ഷേ നമുക്കതിന് ബ്രേക്ക് ഔട്ട് തന്നെ വിളിക്കാം. താഴത്തോട്ടാണ് ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നതെങ്കിൽ മാർക്കറ്റ് ഇടിഞ്ഞ് താഴത്തോട്ട് വീഴാൻ തുടങ്ങും. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചെങ്കിൽ മാത്രമാണ് അതിന് പിന്നീട് മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലായില്ലേ? യെസ്. സോ ബ്രേക്ക് ഔട്ട് വളരെ പെർഫെക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യൽ ഇപ്പോൾ നിർബന്ധമാണോ? യെസ്, നിർബന്ധമാണെന്ന് മനസ്സിലായി. ഇനി ഈ ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ മുന്നേ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, ഫേക്ക് ഔട്ടുകൾ ധാരാളമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഇടും. എന്തിന്? കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ഏരിയയിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ആ ഏരിയയിൽ ധാരാളമായിട്ട് റീറ്റെയിലേഴ്സ് വേണം. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ ആളുകൾ വേണം. വെറും വാങ്ങാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ, എല്ലാവരും ബയ്യേഴ്സായിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ ആർക്കാണിത് സെല്ല് ചെയ്ത് കൊടുക്കുക? അല്ലെങ്കിൽ ആരാണ് സെല്ല് ചെയ്യുക? നമുക്കിപ്പോൾ കുറേ USDT വേണമെന്ന് ഇരിക്കട്ടെ, ഒരുപാട് ആൾക്കാർ, 100 ആൾക്കാർക്ക് USDT വേണം. പക്ഷേ വിൽക്കാൻ ആളില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കിട്ടുമോ? കിട്ടില്ല. അതുപോലെ തന്നെ വിൽക്കാൻ ധാരാളം ആളുകളുണ്ട്. അതായത് സെല്ലേഴ്സ് ധാരാളമുള്ള ഒരു മാർക്കറ്റിൽ വാങ്ങാൻ ആളില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെയും കച്ചവടം നടക്കില്ല, അല്ലേ? സോ
ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലുള്ളത് ബിഗ് മണിയാണ്. നമ്മൾ മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇവർക്ക് ഈ എല്ലാ ഓർഡേഴ്സും, അവരുടെ കയ്യിലുള്ള മുഴുവൻ പണത്തിനും അവർക്കൊരു കാര്യം പർച്ചേസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊസിഷൻസ് ഓപ്പൺ ചെയ്യണം എങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അത് അവർ വാങ്ങുകയാണെങ്കിൽ വിൽക്കാൻ ആൾ വേണം, അവർ വിൽക്കുകയാണെങ്കിൽ വാങ്ങാനും ആളും വേണം. എങ്കിൽ മാത്രമാണ് മാർക്കറ്റിന് മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രത്യേകിച്ച് എന്ത് ലാഭമുള്ള ഒരു ലാഭമില്ല അല്ലേ. സോ ആരൊക്കെയാണ് മാർക്കറ്റിൻ്റെ പാർട്ടിസിപ്പൻസ് എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലേക്കൊന്നും നമ്മൾ പോകണില്ല. ഫൈൻ. ഇനി മാർക്കറ്റിൻ്റെ ഈ ഒരു ദിശാസഞ്ചാരം വളരെ സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ മാർക്കറ്റിനകത്ത് എന്ത് വേണം? ഇപ്പോൾ നമ്മളൊരു കാറ് നമ്മളെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത്യാവശ്യം നല്ല വില കൂടിയ കാറാണ്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ട്, നിങ്ങൾ വില കൂടിയ കാറ് സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പെട്രോൾ എന്നുള്ള ഒരു നിസ്സാര സംഭവം, ഇപ്പോൾ ആ കാറിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പെട്രോൾ എന്നുള്ള സംഭവം എന്താ, വളരെ ചീപ്പ് പ്രൈസാണ് അല്ലേ. ഈ പെട്രോൾ എന്നുള്ള സംഭവം നിങ്ങളുടെ കാറിനകത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ, നിങ്ങളുടെ വണ്ടി ഒരടി പോലും മുന്നോട്ട് പോകില്ല. ഇതുപോലെ തന്നെയാണ് മാർക്കറ്റും. മാർക്കറ്റിനകത്ത് എത്ര പണം വന്നെന്ന് അറിഞ്ഞാലും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആൾക്കാരില്ലെങ്കിൽ മാർക്കറ്റിന് മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കുന്നത് ആരായിരിക്കും? ബയ്യേഴ്സും സെല്ലേഴ്സും മാർക്കറ്റിൽ അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരവസരത്തിലാണ് മാർക്കറ്റ് വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുക. ഇതിൻ്റെ പേരാണ് ലിക്വിഡിറ്റി. മാർക്കറ്റിൽ വന്ന് നിറയുന്ന പണം, അതായത് ലിക്വിഡിറ്റി മീൻസ് മണി. ഈ മണി പല തരത്തിൽ ഒരു ചാർട്ടിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് ഞാൻ ഈ സംഭവം ഞങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്കത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മാർക്കറ്റിൽ മതിയായ പണമൊഴുക്ക് നടക്കുന്നില്ല എങ്കിൽ, പണമൊഴുക്ക് മീൻസ് എൻ്റെ കയ്യിൽ 1000 കോടി രൂപ ഉണ്ട്, എനിക്ക് മാർക്കറ്റിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ 1000 കോടിക്കുള്ള പർച്ചേസ് ഞാനിവിടെ നടത്തണം. ഏത് ഇൻസ്ട്രുമെൻറ്റിലാണോ ഞാൻ ട്രേഡ് ചെയ്യുന്നത്, ആ ഒരു ട്രേഡ് അല്ലെങ്കിൽ ആ ഒരു ചാർട്ട് മുകളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഈ 1000 കോടി യൂസ് ചെയ്ത് ഞാനിവിടെ ട്രേഡ് ചെയ്യുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകും. പക്ഷേ ഒറ്റയടിക്ക് ഞാൻ ഈ 1000 കോടി മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മാർക്കറ്റ് ഒറ്റയടിക്ക് മുകളിലോട്ട് പോകും. ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും ഒരേ സമയം ബയേഴ്സായിട്ട് മാർക്കറ്റിൽ കയറിക്കൂടും. ശരിയല്ലേ? മുകളിലോട്ട് പോകുന്ന ഒരു മാർക്കറ്റിൽ ആരെങ്കിലും സെല്ല് ചെയ്യാൻ തയ്യാറാവും. കാരണം പ്രൈസ് മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും വാങ്ങലുകാരായിട്ടാണ് മാർക്കറ്റിൽ ഉണ്ടാവുക. കാരണം കൂടിയ വിലക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും ഒരേ സമയം ബൈ സൈഡിലേക്ക് നിൽക്കുന്നത് കൊണ്ട് ബയ്യേഴ്സ് മാത്രമേ അവിടെ കാണൂ അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മാർക്കറ്റിനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടേക്കാണോ എത്തിക്കാൻ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ മാർക്കറ്റിൽ ബയ്യേഴ്സ് മാത്രം പോരാ, സെല്ലേഴ്സും കൂടി വേണം. അപ്പോൾ ഇങ്ങനെ സെല്ലേഴ്സിനെ അവർ മാർക്കറ്റിലേക്ക് കയറ്റാൻ വേണ്ടി, അതായത് ആളുകൾ സെല്ല് ചെയ്യാൻ വേണ്ടി അവർ പല ട്രിക്കുകളും മാർക്കറ്റിൽ ഉപയോഗിക്കും. നമ്മൾ നോക്കുന്ന ചാർട്ടിനകത്ത് എന്തുകൊണ്ടാണ് നമുക്ക് വളരെ കൺഫ്യൂഷനായി തോന്നുന്നത്? ബിക്കോസ് മാർക്കറ്റ് ഈസ് വെരി കോംപ്ലക്സ്. വളരെ കോംപ്ലക്സ് ആയ രൂപത്തിലാണ് ഇതിൻ്റെ ആൽഗോരിതമിക് സിസ്റ്റംസ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ രൂപത്തിലാണ് അവർ മാർക്കറ്റിനെ മൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ കൃത്യമായി മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് ഏത് ഭാഗത്തേക്ക് ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യും എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കൃത്യമായി അനലൈസ് ചെയ്യുന്ന ഒരാൾക്കാണ് ഒരു ധാരണയെങ്കിലും ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഒരു ഗാംബ്ലിംഗ് നടത്തുന്നത് പോലെ മാർക്കറ്റിൽ കണ്ണും പൂട്ടി റോഡൊക്കെ ക്രോസ് ചെയ്യുമല്ലോ, വണ്ടി ഇടിച്ചു ഇല്ലെങ്കിൽ അപ്പുറത്തെത്തി, ഈ രൂപത്തിൽ കണ്ണും പൂട്ടി ഒരു ബൈ അടിക്കേണ്ടി വരും. നമ്മുടെ ഭാഗ്യത്തിന് ചിലപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയമാണെങ്കിൽ നല്ല ലാഭം കിട്ടും. നമ്മുടെ നിർഭാഗ്യത്തിന് മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിലോ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം മുഴുവൻ പോയി കിട്ടും. അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ള പല ആളുകളും ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അനുഭവിച്ചൊരു കാര്യമായിരിക്കും. ആദ്യകാലങ്ങളിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റബിൾ ആയിരിക്കും. പിന്നീടാണ് നമ്മൾ എന്താവുക, നമ്മളെ കയ്യിലുള്ളത് മുഴുവൻ പോവുക. എന്തുകൊണ്ട്? കാരണം ബിഗിനേഴ്സായിട്ടുള്ള ട്രേഡേഴ്സ് അധികം ആളുകളും സ്റ്റോപ്പ് ലോസ് വെക്കാറില്ല എന്നുള്ളതാണ്. കാരണം സ്റ്റോപ്പ് ലോസ് വെക്കാൻ അവർക്ക് പേടിയാണ്. എവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാലും സ്റ്റോപ്പ് ലോസാണ് അടിക്കുന്നത്, ടാർജറ്റ് അടിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 50-50 ചാൻസ് ഉള്ള ഒരു മാർക്കറ്റിനകത്ത് നമ്മൾ എവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാലും സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു, ടാർജറ്റ് അടിക്കുന്നുമില്ല. എന്തുകൊണ്ട്? ബിക്കോസ് നമുക്ക് ഈ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ചാർട്ടിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. മാർക്കറ്റിൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഇതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഒരു മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ അല്ലെങ്കിൽ ഒരു റിവേഴ്സലാണോ ഇവിടെ നടത്താൻ പോകുന്നത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യം തന്നെയാണ് എന്ത്? ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത്. മാർക്കറ്റ് ഇപ്പോൾ പ്രോപ്പർ അപ്പ് ട്രെൻഡിലാണ് എങ്കിൽ നമ്മൾ എങ്ങോട്ട് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ?
അപ്പ് സൈഡിലേക്കുള്ള പൊസിഷൻ ഓപ്പൺ ചെയ്യുന്നതിൽ മാത്രം, അതായത് ബൈ മാത്രമേ നമ്മളവിടെ ചിന്തിക്കാൻ പാടുള്ളൂ. മാർക്കറ്റ് ഒരു പ്രോപ്പർ ഡൗൺ ട്രെൻഡ് ആണെങ്കിലോ അവിടെ നമ്മളെപ്പോഴും സെല്ലിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. മാർക്കറ്റിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. മനസ്സിലായോ? മാർക്കറ്റിനെ ഒരിക്കലും നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. അതായത് ഒഴുക്കിനെതിരെ നമ്മൾ നീന്താൻ നിൽക്കരുത് എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ ഒഴുകി പോവേ ചെയ്യുള്ളൂ, അത്രയും ഫോഴ്സ് ഉണ്ട് മാർക്കറ്റിന്. അപ്പോൾ മാർക്കറ്റ് സൈഡ് വൈസ് ആണെങ്കിലോ വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ട്രേഡേഴ്സ് അധികവും അല്ലെങ്കിൽ പ്രോ ട്രേഡേഴ്സ് അധികവും സൈഡ് വൈസിൽ ട്രേഡ് എടുക്കാറില്ല. പിന്നെ സൈഡ് വൈസിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ അതിന് അവരുടെ കയ്യിൽ സ്കാൽപ്പേഴ്സ് പോലെയുള്ള ആളുകളെ കയ്യിലൊക്കെ പ്രത്യേകം സ്ട്രാറ്റജികൾ കാണും. അത് വളരെ കലങ്ങിത്തെളിഞ്ഞ സ്ട്രാറ്റജി ആയിരിക്കും. അത്തരക്കാർക്ക് ചെയ്യാം. വളരെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ സൈഡ് വേസിൽ ആളുകൾ ട്രേഡ് ചെയ്യാറുണ്ട്. പിന്നെ സൈഡ് വേസിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം എല്ലാം ഉണ്ടാവില്ല. സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിലും എന്തായാലും മുകളിലോട്ട് പോയ മാർക്കറ്റ് താഴത്തോട്ട് തന്നെ വരും. കാരണം ഒരു പ്രത്യേക റേഞ്ചിനകത്ത് നിന്നാണ് ട്രേഡ് മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഭാഗ്യത്തിന് സൈഡ് വേസ് മാർക്കറ്റ് ആണ് എങ്കിൽ ഒരു ബിഗിനറായിട്ടുള്ള ആളുകൾക്ക് മാർക്കറ്റിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അയാൾ ഉണ്ടാക്കി ഒരു $100 കൊണ്ടുവന്ന് ഒരു $200-300 അടിച്ച് ഉണ്ടാക്കും. പക്ഷേ ഇതിനൊരു ബ്രേക്ക് ഔട്ട് സംഭവിക്കും, ഒന്നുമില്ലെങ്കിൽ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കാരണം എങ്ങാനും വല്ല പൊസിഷനും അവിടെ റണ്ണാവുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അക്കൗണ്ടും കൊണ്ടേ ആ മാർക്കറ്റ് പോവുള്ളൂ. സോ ഈ ബ്രേക്ക് ഔട്ടുകൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഒരു ബ്രേക്ക് ഔട്ട് ഏരിയയിൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യാതെ താഴത്തോട്ട് തന്നെയാണോ വരിക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഒരു സെക്ഷനാണ് റിജക്ഷൻ. വൺസ് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു മാർക്കറ്റ്, അത് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആയിക്കോട്ടെ, സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്നതായിക്കോട്ടെ, ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാവണമെങ്കിൽ റിജക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഈ റിജക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് റിജക്ഷൻ ക്യാൻഡിൽസിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡിൽസ് എന്ന് പറയുന്ന റിജക്ഷൻ ക്യാൻഡിൽസിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ പേര് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? റിജക്ഷൻ ക്യാൻഡിലിന് ഇട്ടിരിക്കുന്ന പേര് ഹാമർ അല്ലേ? ഇൻവെർട്ടഡ് ഹാമർ. ഇതൊക്കെ റിജക്ഷൻ ക്യാൻഡിലിന് എക്സാമ്പിളാണ്. റിജക്ഷൻ ക്യാൻഡിലിൻ്റെ വിക്ക് ലോങ് ആയിരിക്കും, ബോഡിയേക്കാൾ ഒരു 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ഒക്കെ നീളം അതിന് കാണും. അപ്പർ സൈഡിലോട്ട് വിക്ക് വളരെ കുറവായിരിക്കും ഒരു ബുള്ളിഷ് ഹാമർ ആണെങ്കിൽ. ബെയറിഷ് ഹാമർ ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് സിനാരിയോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് റിജക്ഷൻ. വൺസ് ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ ഒരു സ്ഥലത്ത് ഇത്തരം ക്യാൻഡിൽ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളവിടെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ കൂടി അതൊരു റിയൽ ബ്രേക്ക് ഔട്ട് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. റിയൽ ബ്രേക്ക് ഔട്ട് പോലെ തന്നെ കാണിച്ചു തന്നാലും അവിടെ ഫോമായിട്ടുള്ളത് ഒരു റിജക്ഷൻ ക്യാൻഡിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താക്കാൻ പാടില്ല? അതൊരു റിയൽ ബ്രേക്ക് ഔട്ട് ആണെന്ന് വിശ്വസിക്കാൻ പാടില്ല. പിന്നെ എപ്പോൾ വിശ്വസിക്കണം? അതിന് നമുക്ക് ചില കൺഫർമേഷൻസ് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി. കൺഫർമേഷൻ എവിടുന്ന് കിട്ടും? കൺഫർമേഷൻ ക്യാൻഡിൽസും അല്ലെങ്കിൽ കൺഫർമേഷൻ പാറ്റേൺസും നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ചില സംഗതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? ഒന്ന് ബുള്ളിഷ് എൻഗൾഫിങ് നമ്മൾ പഠിച്ചു, പിന്നെ ബെയറിഷ് എൻഗൾഫിങ് നമ്മൾ പഠിച്ചു അല്ലേ? ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള സെല്ലേഴ്സിനെ പൂർണ്ണമായും ബയ്യേഴ്സ് വയറ്റിൻ്റെ ഉള്ളിലാക്കി ശക്തി കാണിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ബെയറിഷ് എൻഗൾഫ് എന്ന് പറഞ്ഞാലോ നിലവിലുള്ള എല്ലാ ബയ്യേഴ്സിനെയും സെല്ലേഴ്സ് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് അർത്ഥം. വൺസ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ അതൊരു ബ്രേക്ക് ഔട്ട് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കാതിരിക്കുക. പ്രത്യേകിച്ച് അവിടെ വന്നത് ഒരു റിജക്ഷൻ പാറ്റേൺ കൂടിയാണെങ്കിൽ തീരെയും വിശ്വസിക്കാതിരിക്കുക. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. എന്തിന് വെയിറ്റ് ചെയ്യുക? മാർക്കറ്റ് ഒരു തിരിച്ചു വരവിനായിട്ട് വെയിറ്റ് ചെയ്യുക. എങ്ങോട്ട് തിരിച്ചു വരണം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൺസ് ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്തിരുന്ന ഒരു ഏരിയ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് അത് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന്. ഓർമ്മയില്ലേ? യെസ്. അപ്പോൾ വീണ്ടും മാർക്കറ്റ് ആ സപ്പോർട്ട് ഏരിയയിലേക്ക് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. വന്നു കഴിഞ്ഞതിന് ശേഷം ഇനിയാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടേണ്ടത്. കാരണം ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് മാർക്കറ്റ് തിരിച്ച് ആ ഏരിയയിലേക്ക് വന്നിട്ട് ഇനി അവിടെ മാർക്കറ്റ് എന്താവണം? ഇനി ആ ഏരിയനെ സപ്പോർട്ട് എടുത്തിട്ടായിരിക്കണം മാർക്കറ്റ് അപ്പ് ട്രെൻഡിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് വിശ്വസിക്കാൻ പറ്റും ട്രെൻഡ് കണ്ടിന്യൂഷനാണ്, അല്ലെങ്കിൽ അപ്പ് ട്രെൻഡിലേക്ക്, അതായത് ഒരു സൈഡ് വേസിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് അപ്പ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് സഞ്ചാരം തുടങ്ങി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മാർക്കറ്റ് ഒരു സപ്പോർട്ട് ഏരിയനാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലോ, സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്യുമ്പോഴും ഇതേ സിനാരിയോ. ഫസ്റ്റ് ആ ബ്രേക്ക് ഔട്ടിനെ നമ്മൾ വിശ്വസിക്കാതിരിക്കുക. അത് എന്ത് ക്യാൻഡിലാണെങ്കിലും ചിലപ്പോൾ നമുക്ക് നല്ലൊരു ബെയറിഷ് എൻഗൾഫിങ് തന്നെ തരും. ബെയറിഷ് എൻഗൾഫ് കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? എല്ലാ ബയ്യേഴ്സിനെയും സെല്ലേഴ്സ് ഫുള്ളായിട്ട് എൻഗൾഫ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ സെല്ലേഴ്സ് ആർ ഇൻ കൺട്രോൾ,
വെരി വെരി സ്ട്രോങ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലായ്പ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സെൽ സൈഡിലേക്ക് നിർത്തിയിട്ട് ബൈ സൈഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട്. അതിനുവേണ്ടി നമ്മളവിടെ സെല്ലെടുപ്പിക്കും. അപ്പോൾ അത് കൺഫർമേഷൻ നമുക്ക് കുറച്ചെങ്കിലും കിട്ടണമെങ്കിൽ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് മാർക്കറ്റ് നമ്മൾ എന്താ പറഞ്ഞതിപ്പോൾ, ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യണം. എന്തിന് വെയിറ്റ് ചെയ്യണം? വൺസ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത് പിന്നെ സപ്പോർട്ടാവണം. അതുപോലെ തന്നെ വൺസ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഏരിയ പിന്നീട് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ബ്രേക്ക് ഔട്ട് താഴത്തോട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് മുകളിലോട്ട് വന്ന് ആ സപ്പോർട്ട് ഏരിയ റെസിസ്റ്റൻസ് ഏരിയയായി മാറുന്നുണ്ടോ നമ്മൾ നോക്കുക. അങ്ങനെ മാറുമ്പോൾ നമുക്ക് ആദ്യം അവിടെ കാണുന്ന ക്യാൻഡിൽസ് എന്തായിരിക്കും? ഒന്ന് ഡോജി, അതായത് ഇൻഡിസിഷൻ ക്യാൻഡിലുകൾ അവിടെ പ്രത്യക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട്? കാരണം മാർക്കറ്റ് ഇനി മുകളിലോട്ട് പോകണോ താഴത്തോട്ട് പോകണോ എന്ന് കൺഫ്യൂഷനായി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നിർത്തുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടും. സോ ദർ ഈസ് എ നമ്പർ ഓഫ് ഡോജീസ് ഓർ ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ക്യാൻ സി. മനസ്സിലായല്ലോ? അവിടെ അത്രയും കുറേ ഒരുപാട് നമ്പേഴ്സ് ഓഫ് ക്യാൻഡിൽസ് അവിടെ കാണാൻ പറ്റും ചില സമയങ്ങളിൽ. ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒന്നിനും സമയം കിട്ടില്ല. ബ്രേക്ക് ഔട്ട് ചെയ്തത് മാർക്കറ്റ് ഒറ്റ പോക്കും പോകാറുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ നോർമൽ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു നമ്മൾ നേരത്തെ പഠിച്ച ഇൻഡിസിഷൻ ക്യാൻഡിലുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കും. ഇൻഡിസിഷൻ ക്യാൻഡിലുകളുടെ പ്രത്യേകത എന്തായിരിക്കും? ബോഡി ഓൾമോസ്റ്റ് സെൻട്രലായിരിക്കും. അത് വളരെ ചെറിയ ബോഡി ആയിരിക്കും. രണ്ട് സൈഡിലും ഒരേപോലെ വിക്കിന് നീട്ടുണ്ടാവും. ഓക്കെ, ഇനി അവിടുന്ന് അടുത്തത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ? അടുത്തത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഈവനിങ് സ്റ്റാർ ആയിരിക്കും അല്ലേ? ഈവനിങ് സ്റ്റാറിൻ്റെ പ്രത്യേകത എന്താ? ഈവനിങ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് കയറി വരുന്ന ഒരു മാർക്കറ്റ് ആണെങ്കിൽ നേരെ തിരിഞ്ഞ് താഴത്തോട്ട് തന്നെ പോകും അല്ലേ? അതായത് ട്രെൻഡ് റിവേഴ്സൽ. അപ്പോൾ ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കുന്നത് നമുക്ക് ഈവനിങ് സ്റ്റാർ നോക്കി മനസ്സിലാക്കാം, മോർണിംഗ് സ്റ്റാർ നോക്കിയിട്ട് മനസ്സിലാക്കാം. പക്ഷേ മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ വൺസ് ഒരു ഈവനിങ് സ്റ്റാർ പ്രത്യക്ഷപ്പെടേണ്ട സ്ഥലത്ത് ഈവനിങ് സ്റ്റാറും മോർണിംഗ് സ്റ്റാർ പ്രത്യക്ഷപ്പെടേണ്ട സ്ഥലത്ത് മോർണിംഗ് സ്റ്റാറും തന്നെ പ്രത്യക്ഷപ്പെടണം. നേരെ ഓപ്പോസിറ്റാണെന്ന് വെച്ചോളൂ. ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ, ഒന്നുകൂടി പറയുന്നു, നമ്മളൊരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നതെന്ന് വെച്ചോളൂ. ഒരു ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെഡ് ക്യാൻഡിൽസ് ഇങ്ങനെ വരണം, പിന്നെ അവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വരണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് അങ്ങനെ പോകണം. ഈ ഒരു ഫോർമേഷൻ, അതായത് ഈ ഒരു മോർണിംഗ് സ്റ്റാറോ ഈവനിങ് സ്റ്റാറോ നടക്കുന്നത് ഒരു സപ്പോർട്ട് ഏരിയയിലോ റെസിസ്റ്റൻസ് ഏരിയയിലോ ആയിരിക്കണം. അത് റെസിസ്റ്റൻസ് ഏരിയയിലാണെങ്കിലോ തുടർച്ചയായി ഗ്രീൻ ക്യാൻഡിൽസ് ഇങ്ങനെ വന്ന് പിന്നീട് ഇൻഡിസിഷൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് പിന്നീട് റെഡ് ക്യാൻഡിൽസ് വരുമ്പോൾ നമ്മൾ അതിന് എന്ത് വിളിക്കും? ഈവനിങ് സ്റ്റാർ എന്ന് വിളിക്കും. ഈ ഈവനിങ് സ്റ്റാർ വരേണ്ടത് എവിടെയാണ്? റെസിസ്റ്റൻസ് ഏരിയയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ, അതായത് പ്രധാനപ്പെട്ട എന്താ പറഞ്ഞത്, ഫസ്റ്റ് നമ്മളൊരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പ് ട്രെൻഡ് ആണോ, സൈഡ് വൈസ് ആണോ, ഡൗൺ ട്രെൻഡ് ആണോ, അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കാനറിയാം അല്ലേ? ഇനി രണ്ടാമത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വൺസ് ഒരു സൈഡ് വൈസ് ട്രെൻഡ് ആണെങ്കിൽ നമ്മൾ ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ട്രേഡിൽ നിന്ന് വിട്ട് നിൽക്കുക, ബ്രേക്ക് ഔട്ടിന് വേണ്ടി മുകളിലോട്ടോ താഴോട്ടോ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്രേക്ക് ഔട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ഇറ്റ് വിൽ ഹാപ്പൻ. ഒടുവിൽ അത് സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്തിന് വെയിറ്റ് ചെയ്യുക? തിരിച്ച് അതേ ഏരിയയിലോട്ട്, ഒന്നില്ലെങ്കിൽ RSB കിട്ടണം, അല്ലെങ്കിൽ SBR കിട്ടണം, സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ്, അത് കിട്ടണം. രണ്ടാലൊന്ന് കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ദെൻ എന്താ ചെയ്യേണ്ടത്? ആ ഏരിയയിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ഫോം ആവുന്നുണ്ടോ നോക്കുക. ചിലപ്പോൾ ഫോം ആവും, ചിലപ്പോൾ ഫോം ആവില്ല. ഇനി അടുത്ത് നോക്കേണ്ടത് ഈ ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ആവുന്നുണ്ടോ നോക്കുക. വൺസ് റിജക്ഷൻ ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഇന്നാലിന്നെ ഒന്നില്ലെങ്കിൽ ബുള്ളിഷ് റിജക്ഷൻ ആയിരിക്കുമല്ലോ, അതല്ലെങ്കിൽ ബെയറിഷ് റിജക്ഷൻ. അപ്പോൾ നമ്മൾ ഏത് ഏരിയയിലാണോ ഇപ്പോൾ ഉള്ളത്, അപ്പോൾ ആ ഏരിയയിലുള്ള അനുയോജ്യമായ ക്യാൻഡിൽ റിജക്ഷൻ ആണോ അല്ലേ എന്നുള്ളത് നോക്കുക. വൺസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഒരു കൺഫർമേഷനും കൂടി വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്താണത്? ഒരു എൻഗൾഫിംഗ് പാറ്റേൺ കൂടി നമുക്ക് കിട്ടണം. ബുള്ളിഷ് സൈഡിലേക്കാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് എൻഗൾഫ് കിട്ടണം? ഒരു ബുള്ളിഷ് റിജക്ഷൻ കിട്ടണം, ഒരു ബുള്ളിഷ് എൻഗൾഫും കിട്ടണം അല്ലേ? സെൽ സൈഡിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിലോ നമുക്കൊരു ഇൻവെർട്ടഡ് ഹാമർ കിട്ടണം അല്ലേ? ഇൻവെർട്ടഡ് ഹാമർ കിട്ടണം. അത് കഴിഞ്ഞിട്ട് എന്ത് കിട്ടണം? ഒരു ബെയറിഷ് എൻഗൾഫും കിട്ടണം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? നമ്മൾ നേരത്തെ പഠിച്ച മോർണിംഗ് സ്റ്റാറോ ഈവനിങ് സ്റ്റാറോ കിട്ടിയാൽ മതി. അപ്പോഴും ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൂചനയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ നമ്മൾ മാർക്കറ്റിനെ നോക്കിക്കണ്ട് ക്ഷമയോടുകൂടി നോക്കിക്കാണാൻ വേണ്ടി പഠിക്കുക. ഇനി പാറ്റേൺസ്, ഈ പാറ്റേൺസുകൾ നമ്മളിപ്പോൾ സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺസും മൾട്ടിപ്പിൾ ക്യാൻഡിൽ പാറ്റേൺസൊക്കെ പഠിച്ചു അല്ലേ? പാറ്റേൺസ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇനി അറിയില്ലെന്ന് പറയരുത്. ഡോജി, ഈ പിന്നെ മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ, ഈ പിന്നെ ഹാമർ, ഇതൊക്കെ തന്നെയാണ് പാറ്റേൺസ്. അപ്പോൾ ഈ സിംഗിൾ ക്യാൻഡിൽ കൊണ്ട് ഉണ്ടാകുന്ന പാറ്റേൺ ആണെങ്കിലും മൾട്ടി ക്യാൻഡിൽ കൊണ്ട് ഉണ്ടാകുന്ന പാറ്റേൺ ആണെങ്കിലും ഈ പാറ്റേണുകളൊക്കെ പ്രത്യക്ഷപ്പെടേണ്ടത് അനുയോജ്യമായ സ്ഥലത്തായിരിക്കണം.
മനസ്സിലായല്ലോ. കാരണം ഡ്രൈവർ സീറ്റിൽ കണ്ടക്ടർ കയറി നിന്നിട്ട് കാര്യമില്ല അല്ലേ, അല്ലെങ്കിൽ ചെക്കർ നിൽക്കേണ്ട സ്ഥലത്ത് പോയിട്ട് ഡ്രൈവർ നിന്നിട്ട് കാര്യമില്ല. ഡ്രൈവർ ഇരിക്കേണ്ടടുത്ത് ഡ്രൈവർ തന്നെയാണോ അല്ലേ എങ്കിൽ മാത്രമേ വണ്ടി ഇപ്പോൾ പോവോ ഇല്ലയെന്ന് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് സംഭവം. ഇത് മോൾക്ക് പോകണമെങ്കിൽ അവിടെ എന്തായാലും ഒരു ഹാമർ കിട്ടണം, അത് കഴിഞ്ഞൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ഒക്കെ നമുക്ക് കിട്ടണം. അതല്ലാതെ അവിടെ പകരം വേറെ ടൈപ്പ് ഓഫ് റിജക്ഷനാണ് കിട്ടിയത് വെച്ചെങ്കിലോ റിജക്ഷൻ ക്യാൻഡിൽ വന്നു പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല അല്ലേ. മോർണിംഗ് സ്റ്റാർ വരേണ്ടടുത്ത് ഈവനിങ് സ്റ്റാർ വന്നപ്പോൾ അതാ വന്നു എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാം. ഇനി ബ്രേക്ക് ഔട്ട് റിജക്ഷനൊക്കെ മനസ്സിലായി. ഇനി നമ്മൾ റിജക്ഷൻ ഇതാണ് നമുക്ക് ശരിക്കും നോക്കാനുള്ളത്. എന്താണ് റിജക്ഷൻ, എന്താണ് ബ്രേക്ക് ഔട്ട്? ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ക്യാൻഡിൽ ഫോർമേഷൻ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ഔട്ട് ചെയ്യുക, ശരിക്കും ബ്രേക്ക് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ, ലോവർ ടൈം ഫ്രെയിം നോക്കുന്ന ആളുകളാണെങ്കിൽ ലോവർ ടൈം ഫ്രെയിം, പക്ഷേ എപ്പോഴും മാർക്കറ്റിൽ പ്രോ ട്രേഡേഴ്സ് ഒക്കെ നോക്കുന്നത് കുറച്ചൊരു ഹയർ ടൈം ഫ്രെയിമിൽ ഇട്ട് നോക്കലാണ് മാർക്കറ്റിൽ എപ്പോഴും നല്ലത്. ബിക്കോസ് ലോവർ ടൈം ഫ്രെയിമിൽ മാനിപ്പുലേഷൻസ് വളരെ കൂടുതലായിരിക്കും. ഇനി അത് നമ്മൾ പേടിക്കൊന്നും വേണ്ട, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. എന്താണ് ബ്രേക്ക് ഔട്ട്, എങ്ങനെയാണ് ബ്രേക്ക് ഔട്ട് നടക്കുക നോക്കൂ. ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റെസിസ്റ്റൻസ് ഏരിയയാണ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അവിടെ തുടർച്ചയായി ഗ്രീൻ ക്യാൻഡിൽസ് മുകളിലോട്ട് വന്ന് ഒരു റെസിസ്റ്റൻസ് ഏരിയക്ക് അടുത്ത് എത്തുന്നതോടുകൂടി മാർക്കറ്റ് ഒന്നങ്ങോട്ട് സ്റ്റോപ്പ് ആവും. ചിലപ്പോൾ ഇൻഡിസിഷൻ ക്യാൻഡിലുകൾ ഫോം ആകും, ചിലപ്പോൾ അവിടുന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ തരും. ഇത് താഴത്തോട്ട് മാർക്കറ്റിനെ തള്ളിവിടുന്ന ഒരു ഇൻവെർട്ടഡ് ഹാമറൊക്കെ നമുക്ക് കണ്ടേക്കാം. ബട്ട് ഇഫ് ദർ ഈസ് ബയേഴ്സ് സ്ട്രോങ് ആണ് ആ ഏരിയയിലെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് അതിനെ പൊട്ടിക്കും. റെസിസ്റ്റൻസിനെ പൊട്ടിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ചുമരിലേക്ക് എറിഞ്ഞ പന്ത് പോലെ താഴത്തോട്ട് വരികയാണെങ്കിൽ എന്താണ്, അതിൻ്റെ പേരാണ് റിജക്ഷൻ. അല്ല, മാർക്കറ്റ് ആ റെസിസ്റ്റൻസ് ഏരിയയെ പൊട്ടിച്ച് മേലെ ക്ലോസ് തരികയാണെങ്കിൽ, ക്യാൻഡിൽ ക്ലോസ് എന്താണ് നിങ്ങൾ പഠിച്ചതാണ്, ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ബ്രേക്ക് ഔട്ട് റിയലായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്നാണ്. അല്ല, ബ്രേക്ക് ഔട്ട് നടന്നു മുകളിലോട്ട് പോയി, വിക്ക് മുകളിലോട്ട് പോയി, അതായത് ഹൈ പ്രൈസ് ഉണ്ടാക്കി എത്ര വേണമെങ്കിലും മുകളിലോട്ട് പോയിക്കോട്ടെ, പക്ഷേ അതേപോലെ ആ വിക്ക് താഴത്തോട്ട് വന്ന് ഈ റെസിസ്റ്റൻസ് ഏരിയൻ്റെ താഴെയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് എങ്കിലോ അതിൻ്റെ അർത്ഥം എന്താ, സെല്ലേഴ്സ് ആർ ഇൻ കൺട്രോൾ. ബയ്യേഴ്സിന് റെസിസ്റ്റൻസ് മേഖലയുടെ മുകളിൽ കയറി സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ക്യാൻഡിൽ താഴെ വന്ന് ക്ലോസ് ആയത് അല്ലേ. അപ്പോൾ ഇതിനെയാണ് റിജക്ഷൻ എന്ന് പറയുക. മുകളിൽ നിന്നുള്ള റെസിസ്റ്റൻസ് അഥവാ റിജക്ഷൻ അത് വളരെ ഹൈ ആണ്. വൺസ് റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ റിജക്ഷൻ വരുന്ന സമയത്ത് അവിടെ ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് കുറയും. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ വാച്ച് ചെയ്ത് നോക്കും, എന്താണ് നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ആക്ടിവിറ്റി. അതും റിജക്ഷൻ ആണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു ധാരണയിലെത്താം, ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന്. നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ് നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണെന്നുള്ളത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു പക്ഷേ മുകളിലോട്ട് ഈ വന്ന രണ്ട് റിജക്ഷൻ ക്യാൻഡിലിനും മുകളിലോട്ട് കയറി ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് തന്നാലോ, ബയ്യേഴ്സ് മേലെ കയറിയിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ബയ്യേഴ്സ് ആർ ഇൻ കൺട്രോൾ, ബയ്യേഴ്സ് കൺട്രോളിലേക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അല്ല, ആ ഒരു ക്യാൻഡിൽ താഴത്തോട്ട് വന്ന് താഴേക്കൊരു ക്യാൻഡിൽ ക്ലോസ് തന്നാലോ, അതായത് റെഡായിട്ട്, അതായത് ഒരു എൻഗൾഫിങ് പാറ്റേൺ ആയിരിക്കും അത് അല്ലേ, ബെയറിഷ് എൻഗൾഫിങ് ആയിരിക്കും. നമ്മൾ മനസ്സിലായി റെസിസ്റ്റൻസിൻ്റെ അവിടെ വരെ ചെന്നിട്ടും ബയ്യേഴ്സിനെ സെല്ലേഴ്സ് തോൽപ്പിച്ചു. സോ മാർക്കറ്റ് വിൽ റിവേഴ്സ്. ഈ സമയത്ത് നമുക്ക് അവിടെ മിക്കവാറും ഒരു ഈവനിങ് സ്റ്റാർ കിട്ടാൻ ചാൻസ് ഉണ്ട്, റിജക്ഷൻ ക്യാൻഡിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ ഇൻഡിസിഷൻസ് കാണാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതേപോലെ തന്നെയാണ് സപ്പോർട്ട് ഏരിയയിലേക്ക് വരുമ്പോഴും, മനസ്സിലായി. നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി. നേരെ റെഡ് ക്യാൻഡിൽസ് താഴത്തോട്ട് വരുന്നു, സപ്പോർട്ട് ഏരിയയെ ബ്രേക്ക് ചെയ്തിട്ട് താഴെ ഒരു റെഡ് ക്യാൻഡിൽ തന്നാൽ, ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ സെല്ലേഴ്സ് കൺട്രോളാണ് എന്നാണ് അർത്ഥം. പക്ഷേ സപ്പോർട്ട് ഏരിയൻ്റെ താഴത്തൊക്കെ വരുന്നത് കണ്ടിരുന്നു, പിന്നെ നോക്കുമ്പോൾ കണ്ടു ആ ക്യാൻഡിൽ മുകളിൽ തന്നെ പോയി ക്ലോസ് ആയിന്ന്. വിക്ക് മാത്രം തല പുറത്തിട്ട പോലെ പുറത്തിട്ട് നിൽക്കുകയാണെങ്കിൽ എന്ത് വിചാരിക്കുക, സംഭവം രക്ഷയില്ല. ബയേഴ്സ് ഫുൾ ആക്റ്റീവാണ് ഇവിടെ. നെക്സ്റ്റ് ക്യാൻഡിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻഡിസിഷൻ ക്യാൻഡിൽസ് വരും, റിജക്ഷൻ ക്യാൻഡിൽസ് വരും, ഫൈറ്റിംഗ് അവിടെ നടക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഇവിടെയുള്ള ബയ്യേഴ്സിനെ എടുത്ത് പുറത്തിട്ട് റെഡ് ക്യാൻഡിൽ താഴത്തോട്ട് ക്ലോസ് തരണം. വിത്ത് എൻഗൾഫിംഗ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, സെല്ലേഴ്സ് ആർ ഇൻ വെരി സ്ട്രോങ് എന്ന് മനസ്സിലാവും.
നേരെ മാർക്കറ്റ് താഴത്തോട്ട് പുഷ് ചെയ്ത് ഇറങ്ങും, നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചു കയറി വരും. എന്ത് ചെയ്യും? സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ്, SBR അല്ലേ, സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആയിട്ട് ആ ഏരിയ വർക്ക് ചെയ്യും. ആ ഏരിയയിൽ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ട്രേഡ് എടുക്കണോ വേണ്ടതെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു ട്രേഡിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത്രയും നേരം ഞാൻ ഇനി പറഞ്ഞത്. സോ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവുകയാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത 2 ടോപ്പിക്, അതാണ് ബോസും MSSഉം.